ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ NIA അന്വേഷണത്തിലേക്ക് കടക്കുന്നു. പോലീസിൽ നിന്നും റെയിൽവേയിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ തേടും. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്കാ സഭ ഹൈക്കോടതിയെ സമീപിക്കും. അതിനിടെ പെൺകുട്ടികളുടെ പരാതിയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതെ പോലീസിന്റെ ഒളിച്ചുകളി. ജ്യോതി ശർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദിൽ പാലോടും മുബഷിർ അക്ബറും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ആദിൽ പാലോഡിലേക്ക്. ഗുഡ് മോർണിംഗ് ആദിൽ പാലോഡ്. NIA കോടതിയിലാണ് കേസ് നിൽക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ കന്യാസ്ത്രീകൾക്ക് ഹാജരാകേണ്ട സാഹചര്യവും ആ ജാമ്യ ഉത്തരവിൽ തന്നെ പറയുന്നുമുണ്ട്. NIA പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുകയാണോ? ഉറപ്പായി പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഹാജരാകേണ്ടത് NIA ഉദ്യോഗസ്ഥന് മുന്നിലാണ് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. NIA ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ട ഈ കേസ് NIA ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. അത് കേസായിട്ട് തന്നെ എടുക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകളും ഇക്കാര്യത്തിൽ നടക്കുന്നു. ഇത് സംബന്ധിച്ചൊരു ധാരണയാകും. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. റെയിൽവേ പോലീസിനോട്, റെയിൽവേയോട്, ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിനോടും ഇത് കേസ് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ആഴ്ചകളിലേക്ക് നിറഞ്ഞു നിന്ന ഈ സംഭവം നടന്ന ദുർഗ് റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് റിപ്പോർട്ടർ TV സംഘമുള്ളത്. ഇവിടെ നടന്ന കുറ്റമില്ലാത്തൊരു സംഭവം, കൃത്യമായ അനുമതിയോടുകൂടി നടന്ന ഒരു സംഭവം, അതിലാണ് പിന്നീടൊരു കള്ളക്കേസ് വരുന്നത്, നീതി നിഷേധിക്കപ്പെടുന്നത്, 9 ദിവസം കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും അതിലിപ്പോൾ പോലീസിൻ്റെ കേസിന് പുറമെ NIAയുടെ കേസ് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കുടുംബത്തിൻ്റെ വലിയ ആക്ഷേപമുണ്ട് സുജയ. കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് റെയിൽവേ പോലീസ് എടുത്ത കേസ് NIAയിലേക്ക് വരികയും അത് ഗുരുതരമായൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത, കേസ് റദ്ദാക്കാനായി ഇവർക്കെതിരെ, കന്യാസ്ത്രീകൾക്കെതിരെ എടുത്തിരിക്കുന്ന മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നിങ്ങനെയുള്ള 2 കേസുകളും റദ്ദാക്കാനായി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. അത് ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ധാരണയുണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങളും നിയമ നടപടികളും സ്വീകരിക്കും എന്നുള്ളതാണ് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. സുജയ്. ഓക്കെ ആദിൽ, നമുക്ക് മുബഷിറിലേക്ക് കൂടി പോകാം. ഗുഡ് മോർണിംഗ് മുബഷിർ. കേസ് റദ്ദാക്കുമോ? അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സഭ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കേസിന് വേണ്ടിയുള്ള ആവശ്യം അവിടെ ഉയർന്നതാണ്. ആ കാര്യത്തിൽ പരാതിന്മേൽ ഒരനക്കവും നമ്മൾ കാണുന്നുമില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആശങ്കകൾ മുബഷിർ? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ തന്നെ നിർബന്ധിത മതപരിവർത്തനമൊന്നും തന്നെ നടന്നിട്ടില്ല. മനുഷ്യക്കടത്തല്ല നടന്നിട്ടുള്ളത്. അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കന്യാസ്ത്രീകൾ അവിടെ പോയിരുന്നത്. കെട്ടിച്ചമച്ച കേസാണിതെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഒരു വിമർശനം റായ്പൂർ അതിരൂപത ഉന്നയിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും കോടതിയെ അത് അറിയിക്കുന്നു. കോടതി വിധി വന്ന പശ്ചാത്തലത്തിലും അത്തരമൊരു നിരീക്ഷണം കോടതി നടത്തിയിരുന്നു. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും തന്നെ തെളിയിക്കാനും സാധിച്ചിട്ടില്ലെന്നും സ്വാഭാവികമായിട്ടും കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായ ഘട്ടത്തിൽ ശക്തമായി ആ ഒരു ആവശ്യം കുടുംബം ഉന്നയിച്ചിരുന്നു, അതിരൂപത ഉന്നയിച്ചിരുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേസ് പരിപൂർണമായിട്ട് റദ്ദാക്കണമെന്നുള്ളതാണ് അതിരൂപതയുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം റായ്പൂർ അതിരൂപതയുടെ വക്താവ് നമ്മളോട് സംസാരിച്ച ഘട്ടത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. കെട്ടിച്ചമച്ച കേസാണ്, അതുകൊണ്ട് തന്നെ FIR പൂർണ്ണമായിട്ട് റദ്ദാക്കണം. അല്ലാത്ത പക്ഷം ഒരു കൺട്രോൾ ചെയ്യുന്നതിന് തുല്യമായിരിക്കും കന്യാസ്ത്രീകളെ സംബന്ധിച്ച് എന്നുള്ളതായിരുന്നു അതിരൂപതയും അറിയിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിവേഗം അത് പൂർത്തിയാക്കാൻ പാകത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ അതിരൂപതയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം അതിലൂടെ പൊതുസമൂഹം അറിഞ്ഞ ബൈറ്റുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ശക്തമായിട്ടുള്ള ആവശ്യം ഉയരുന്നുണ്ട് ശർമ്മക്കെതിരെ. അതോടൊപ്പം തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണം, നടപടി സ്വീകരിക്കണമെന്നത്. വിശേഷം ആ ഒരു പെൺകുട്ടികൾ കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം എന്താണ് അവിടെ സംഭവിച്ചതിനെ കുറിച്ച് വിശദമായി സംസാരിച്ചതാണ്. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു ആവശ്യത്തിന് സമ്മർദ്ദമേറുന്നത്. പക്ഷേ പെൺകുട്ടികളുടെ പരാതിയിന്മേൽ പോലും നടപടിയെടുക്കാൻ നാരായൺപൂർ പോലീസ് തയ്യാറായിട്ടില്ല. നാരായൺപൂർ പോലീസിലെ ജില്ലാ പോലീസ് മേധാവിക്ക് പെൺകുട്ടികൾ നൽകിയിരുന്ന പരാതി കഴിഞ്ഞ ദിവസം പോലീസ് സ്വീകരിച്ചിരുന്നില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ വീണ്ടും പരാതി നൽകാനാണ് പെൺകുട്ടികളുടെ നീക്കം. സുജയ. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഛത്തീസ്ഗഡിൽ നിന്ന് എത്തിച്ചുകൊണ്ടേയിരിക്കാം. ആദിൽ പാലോടും മുബഷിർ അക്ബറുമാണ് ഞങ്ങളുടെ വാർത്താ സംഘത്തെ നയിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ തുടരുന്നത്.